ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഗ്ലിറ്റർ ഫോം ഷീറ്റ്സ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള റോസസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഡെക്കറേഷൻ പർപ്പസിനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ കുട്ടികൾക്ക് പ്രൊജക്റ്റും അസൈൻമെൻറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കവർ പേജിന് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അതുകൂടാതെ നമുക്ക് പെൻസിലും സ്കെയിലും പിന്നെ സിസറും വേണം. പിന്നെ നമുക്ക് ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗൺ വേണം. ഇവിടെ ഞാൻ ചെറിയൊരു സ്കെയിൽ, അതായത് 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഒരു കോർണറിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് എക്സാക്റ്റ് ആ സ്കെയിലിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് ഒരു 2.5 സെൻറ്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ എക്സാക്റ്റായിട്ട് നമ്മുടെ സ്കെയിലിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സിസർ വെച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പീസായിരിക്കും കിട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് എടുത്തിട്ട് ഇതിൽ 2 ലൈൻസ് വരയ്ക്കണം. അതായത് 3 സ്ട്രിപ്പായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ അതനുസരിച്ച് സെൻറ്ററിൽ 2 ലൈൻ വരച്ചു കൊടുക്കുക. അതായത് ഈ 3 സ്ട്രിപ്പ് വരുന്നതിൻ്റെ ഇടയിൽ വരുന്ന സ്പേസിങ് ഈക്വൽ ആയിട്ട് വരാനായിട്ട് നോക്കുക. അതിനുശേഷം ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഒരു 0.5 സെൻറ്റിമീറ്റർ, ഏകദേശം ഒരു 0.5 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് നമുക്കിതുപോലെ വിടാനുണ്ട്. ആ പോയിൻ്റ് വരെ മാത്രം നമുക്ക് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ വരച്ച ലൈനിൻ്റെ മേളിൽ കൂടി സിസർ വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് വരെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ അടുത്ത ലൈനിൻ്റെ മേളിൽ കൂടി വീണ്ടും സിസർ വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ആ പോയിൻ്റ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ 2 ലൈൻസ് നമ്മളിതുപോലെ സിസർ വെച്ച് കട്ട് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഒരു സ്ട്രിപ്പ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് നമ്മൾ മേളിൽ ജോയിൻ്റ് വരുന്ന ഭാഗമല്ലേ, അത് മേൽഭാഗത്തേക്കും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗം താഴത്തേക്ക് വരുന്ന രീതിയിൽ പിടിക്കുക. ഇതുപോലെ പിടിക്കുക സ്ട്രിപ്പ്. അതിനുശേഷം നമ്മൾ മുടിയൊക്കെ ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കില്ലേ, അതുപോലെ ഇങ്ങനെ ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് ഇതുപോലെ നമ്മൾ ബ്രെയ്ഡ് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രിപ്പ് ഫുള്ളായിട്ട് എൻഡ് വരെ ഇതുപോലെ ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ജോയിൻറ്റിൻ്റെ അവിടെ പിടിച്ചിട്ട് പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പൊട്ടാൻ പാടില്ല, ജസ്റ്റ് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ ബ്രെയ്ഡ് ചെയ്ത് ലാസ്റ്റ് വരെ എത്തിക്കഴിയുമ്പോൾ കുറച്ച് ഗ്ലൂ വെച്ചിട്ട് ഈ പീസസൊക്കെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ജോയിൻ്റ് വരുന്ന ഭാഗം താഴേക്കും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത ഭാഗം മുകളിലേക്കും വരുന്ന രീതിയിൽ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം വരുന്ന എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ആ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി വരിക. ഫുള്ളായിട്ട് ഇതിൻ്റെ എൻഡ് വരെ നമുക്ക് ഇതുപോലെ റോൾ ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് ലാസ്റ്റ് വരെ എത്തി കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ ഈ പീസ് നമുക്ക് ഇതുപോലെ കയ്യിൽ പിടിക്കാം. എന്നിട്ട് താഴെ ഇതുപോലെ എക്സ്ട്രാ ഒരു പീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് സിസർ വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് കളറ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കാം. ഇനി താഴെ ഇതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ പീസ് ഇതുപോലെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ 2 കളറിലും കൂടെ സ്ട്രിപ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ ആക്കി എടുക്കാൻ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ
ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ട് ഇതുപോലെ ബ്രെയ്ഡ് ചെയ്ത് ഫുള്ള് അറ്റം വരെ എത്തിക്കുക. കുറച്ച് ഇതുപോലെ ബ്രെയ്ഡ് ചെയ്ത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ജോയിൻറ്റ് സൈഡ് പിടിച്ചിട്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബ്രൈഡ് ചെയ്യുക. അങ്ങനെ അറ്റം വരെ എത്തിച്ചതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പതുക്കെ ഉള്ളിലേക്ക് ചുരുട്ടി പിടിച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊണ്ടുവരാം. ഫുള്ള് റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എഡ്ജിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള റോസസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ഗ്രീൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്തെടുത്ത ഫ്ലവേഴ്സ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീടും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.